ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മലയാളികൾ ദുഃഖം കടിച്ചമർത്തി ഒരു പുനരധിവാസത്തിന് കിണഞ്ഞു ശ്രമിക്കുകയാണ്. വയനാട് നമുക്കേൽപ്പിച്ചത് ചെറിയൊരു മുറിവല്ല, അത്രമാത്രം മാരകമായ ഭയാനകമായ ഒരു മുറിവാണ് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇതിനെയും നമ്മൾ അതിജീവിക്കും, നമ്മൾക്ക് അതിജീവിച്ചേ പറ്റൂ. നമ്മളുടെ സഹോദരങ്ങൾ ഇപ്പോഴും കാണാൻ പറയാത്താണ് ഒരുപാട് പേർ. കിട്ടിയവരെ ഒരു കഷ്ണമായാലും ഒരു വിരലായാൽ പോലും ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ മറവ് ചെയ്യുന്നു, അതിൻ്റെ എല്ലാ ആചാരപരമായ രീതിയിൽ നമ്മൾ മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഉള്ളു മുറുകിപ്പോകുന്ന വേദനയാണ് അനുഭവിക്കുന്നത് എന്നറിയാം. എന്നിരുന്നാലും നമുക്ക് മുമ്പോട്ട് ജീവിച്ചേ പറ്റൂ. അതിനുള്ള ഊർജിത ശ്രമത്തിലാണ് നമ്മുടെ സർക്കാരും സന്നദ്ധ സംഘടനകളും ഉദ്യോഗസ്ഥരും മറ്റെല്ലാ ജനങ്ങളും കൈമെയ് മറന്ന് കേരളം ഒന്നാകെ ഒറ്റക്കെട്ടോടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും പ്രതികരിച്ചു പോകുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തെ വീണ്ടും അവഗണിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാർ. നമ്മൾ മലയാളം, നമ്മുടെ കേരള നാട് ഈ ഇന്ത്യയിലല്ലേ എന്നതുവരെ തോന്നിപ്പോകുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയും ഓരോ മന്ത്രിമാരുടെ വർത്തമാനങ്ങളും നമ്മെ വികാരം കൊള്ളിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അടുത്ത ദിവസം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയാൻ നമുക്ക് അറപ്പുളവാക്കുന്നു. അയാളൊക്കെ മനുഷ്യരാണോ എന്ന് നാം ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് അദ്ദേഹം ഒടുവിലായി ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? കാരണം കേരളത്തെ എഴുത്തി കാണിക്കുന്നതിന് ശാസ്ത്ര സമൂഹത്തെ വിളിച്ചുകൂട്ടി, ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചുകൂട്ടി ഇല്ലാ കഥകൾ മെനഞ്ഞ് കേരളത്തിനെതിരെ എഴുതാൻ സംഘം ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ, കേരളത്തിൻ്റെ അപകടം വലിയൊരു അപകടമാണ്, അതിനെ ഇകഴ്ത്തി കാണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഇദ്ദേഹത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ട് എന്ന് നാം ഓർക്കണം. ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടു ഒരുപാട് റോഡ് ഷോകളും ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള റോഡ് ഷോയും അവിടെ പ്രഖ്യാപിച്ച വചനങ്ങളും വാക്കുകളും ഒക്കെ നമ്മൾ കേട്ടു. എന്നാൽ ഈ കേരളത്തിൽ ഇത്രമാത്രം മഹത്തായ അല്ലെങ്കിൽ ഭയാനകമായ ഒരു അപകടം നടന്നിട്ട്, ഒരു ഉരുൾപൊട്ടൽ നടന്ന് അനേകങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്. ഒരു വാക്ക്, ഒരു സമാധാന വാക്ക്, ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഇത് ഒരു ഒരു കേന്ദ്ര ദുരന്തമായി ഒരു പ്രഖ്യാപിക്കാൻ ഒരു മനസ്സ് കാണിക്കാത്ത കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര ധനകാര്യ അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ, അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി മോദി ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് എന്തെല്ലാമാണ് ഇവർ സ്ത്രീകളെയും കുട്ടികളെയും വേണ്ടി വാതോരാതെ പ്രസംഗിച്ച് പൂമാല കൊണ്ട് റോഡ് ഷോ നടത്തിയത്? എന്നിട്ടെന്തേ ഇപ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ ഒന്നടങ്കം മണ്ണിലായിട്ട് ഒരു വാക്ക് പറയാത്തത് എന്താണ്? എന്തുകൊണ്ട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല? ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട, നമ്മളെ ഇകഴ്ത്തി കാണിക്കാതിരിക്കണ്ടേ? കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്, നമ്മൾക്ക് തന്ന അന്നത്തിന് കണക്ക് പറഞ്ഞ് വില മേടിച്ചവരാണ് ഈ ഭരണാധികാരി വർഗം, ഈ ഭരണകൂടവർഗം. നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഘടനകളും ജാതി സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ എല്ലാം ഉണ്ട്. ഈ മണ്ണിടിച്ചിലിൽ ഇവിടെ എന്തെങ്കിലും സംഘടനകൾ വിഭിന്നമായി ചിന്തിക്കുന്നുണ്ടോ? ഇവർ മനുഷ്യരാണ്, നാം ഒറ്റക്കെട്ടാണ്. ദുരന്തമുഖത്ത് നമുക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല എന്ന് നാം ഓർക്കണം. അവിടേക്കാണ് ഇത്തരത്തിലുള്ള കേന്ദ്ര ഭരണാധികാരികളിൽ നിന്ന് ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആമുഖമായി പറയുവാനുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത്? ഈ കേരളത്തിലുമുണ്ടല്ലോ BJP-യിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിമാർ. ഇവരെങ്കിലും ഇവർക്ക് ഒരു തിരുത്തൽ കൊടുക്കേണ്ടതില്ലേ എന്നാണ്. മലയാളികളായ മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകരുണ്ട്. ഇവർക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ?
നിങ്ങൾ പറയുന്നത് പോലെ അല്ല കേരളത്തിലെ കാര്യങ്ങളെന്ന്. നമ്മൾ ഇതിനു മുമ്പ് പല ദുരന്തങ്ങളും വടക്കേ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. ഗംഗാ നദിയിലൂടെ മനുഷ്യ കബന്ധങ്ങൾ ഒഴുകി നടക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അവിടങ്ങളിൽ ഒന്ന് എടുത്ത് കുഴിവെട്ടി മൂടാനും പോലും തയ്യാറാക്കാത്ത മനുഷ്യരാണ് ഈ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശാസ്ത്ര സമൂഹത്തെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നമ്മുടെ സഹോദരങ്ങളുടെ ഒരു വിരലാണ് കിട്ടിയതെങ്കിൽ പോലും അതിനെ ആചാരപരമായി സർവ്വമത പ്രാർത്ഥനയോടെ ഒരു മനുഷ്യന് എന്തൊക്കെ ആകാൻ കഴിയുമോ, ഏതെല്ലാം തരത്തിൽ അവൻ്റെ ശവസംസ്കാരം നടത്താൻ കഴിയുമോ, അങ്ങനെയുള്ള എല്ലാ ബഹുമതിയോടും കൂടിയാണ് നമ്മൾ അതിനെ മറവ് ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്ന, നമ്മുടെ സമൂഹം കാണിക്കുന്ന, നമ്മൾ മലയാളികൾ ഭരണ നേതൃത്വവും സംഘടനകളും ജാതിഭേദമന്യേ എല്ലാ വർഗ ബഹുജന സംഘടനകളും എല്ലാം ഒന്നിച്ച് നടപ്പാക്കുന്നത് എന്ന് ഈ കേന്ദ്ര ഭരണാധികാരികൾ ഒന്ന് കണ്ണും തുറന്ന് കാണേണ്ടതില്ലേ? വെറുതെയൊന്നുമല്ല നമ്മൾ മലയാളികൾ ലോകത്തിനും മാതൃകയാണ്, കേരളം ലോകത്തിനും മാതൃകയാണ് എന്ന് എപ്പോഴും അവകാശപ്പെടുന്നത്. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നവും. കാരണം കേരളത്തിന് വിദ്യാഭ്യാസമുണ്ട്, കേരളത്തിന് പ്രതികരണ ശേഷിയുണ്ട്. എന്തു ചെയ്താലും അതിനെ ചോദ്യം ചെയ്യും. വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ചെന്ന് പ്രതികരിക്കും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രതികരണ ശേഷി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ നമ്മളെ ഇകഴ്ത്തി കാണിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള ഒരു സർക്കാരുകൾ എന്തിനാണ് നമുക്ക് കേന്ദ്രത്തിൽ ഉള്ളത്? നമുക്കതുകൊണ്ട് എന്താണ് ലാഭം? നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നമ്മുടെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അവരെങ്കിലും അവരുടെ പ്രസ്താവനകൾ തന്നെ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു. ഇതൊന്നും എണ്ണി പറയേണ്ടതില്ല. നമ്മൾ നിത്യവും വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന ആ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ശപിക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത്. നമ്മൾ മലയാളികൾ ഈ ലോകത്തിന് എന്നും മാതൃകയാണ്. എന്ത് പ്രതിസന്ധികളുണ്ടായാലും നമുക്ക് ജീവിച്ചേ പറ്റൂ. നാം ഒറ്റക്കെട്ടാണ്. നമുക്ക് കഴിയുന്നത് 1 രൂപയാണെങ്കിൽ ആ 1 രൂപയെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് വയനാടൻ ജനതയെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അവർ നമ്മളുടെ സഹോദരങ്ങളാണ്. ഇത് നാളെ നമുക്കും വരാം. നമ്മൾ മലയാളികൾ, എവിടെയുള്ള മലയാളികളാണെങ്കിൽ പോലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളിലെല്ലാം സഹകരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തി ഈ നമ്മുടെ ദുരിതാശ്വാസ ചെയ്യുന്ന മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ദുഷ്പ്രസ്താവനകൾ നടത്തുന്ന ഇത്തരം കുബുദ്ധികളായിട്ടുള്ള മനുഷ്യരല്ലാത്ത ഇവർക്കെതിരെ പ്രതികരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വർത്തമാനം ഇവിടെ നിർത്തുന്നു. ഗുഡ് ബൈ.